ചില വീടുകളിലൊക്കെ ഈ പുരുഷന്മാർ ഒത്തിരിയുള്ള വീടുകളിലൊക്കെ തന്നെ അത്യാവശ്യം വരുമാനമുള്ള ഭർത്താവിന്റെ ഭാര്യയായിട്ട് ഇതിന് ഭർത്താവ് കടന്നു പോയാൽ പിന്നെ അത് അടിച്ചു മാറ്റാനായിരിക്കും മിക്കവാറും ആൾക്കാർ നോക്കുന്നത്. പിന്നെ ഇവർക്ക് കുറെ പേരുദോഷം ഒപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇതിങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. സ്പെഷ്യലി ഇപ്പം ഞാൻ ഇവിടെ കുക്കു എങ്ങനെയാ ഇങ്ങനെയുള്ളൊരു നല്ല ഉപദേശം കൊടുത്ത് വിടുവോ? ഞാൻ നല്ല ഉപദേശം കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ആക്കി വിടുവോ? നമുക്ക് പല ആൾക്കാർക്കും അറിയാത്തൊരു സ്ത്രീകൾക്ക് അറിയാത്തൊരു കാര്യം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, DV ആക്ട്, അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ. ആ ഒരു ആക്ട് ഉണ്ട്. ആ ഒരു ആക്ടിന്റെ ആംബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ അതൊരു അഡ്വൈസിനും കൂടെ എടുക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും. കാരണം ഈ DV ആക്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഡൊമസ്റ്റിക് വയലൻസ് ഭാര്യ എന്ന ഒരു ഇതിന് മാത്രമാണെന്ന്. പക്ഷെ അല്ല, ഇത് വിഡോസിനും വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന റിലീഫ്സ് തരുന്ന ഒരു ആക്ട് ആണ്. ദുരുപയോഗപ്പെടുത്താനല്ല. കാരണം പല സ്ത്രീകളെയും ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇവിടെ കേൾക്കുന്ന കഥകളെല്ലാം വളരെ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള സ്ത്രീകളുടെ കഥകളാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നത്. ഇതിന്റെ താഴെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനും താഴെ ഉള്ളൊരു ക്ലാസ് ഓഫ് ആൾക്കാരുണ്ട്. ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഒന്നുമില്ലാത്തൊരു വീട്ടിലെ ഒരാളുടെ വൈഫാണ് ഇങ്ങനെ വിഡോ ആയി മാറുന്നതെങ്കിൽ അവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പെരുവഴിയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അവര് നമ്മളെ വിളിച്ചു ചോദിക്കും, മാഡം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ, എനിക്കത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കാരണം ഈ മരിച്ച സമയത്ത് ഇവര് ഫുൾ ട്രോമയിലായിരിക്കും. ആ സമയത്ത് ഇതെല്ലാം മൊത്തത്തില് കഥയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കും, അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ പ്രൊവിഷൻസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പറയും, മാഡം എൻ്റെ കയ്യിൽ ഇത് കേസ് നടത്താനുള്ള പണമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു DLSA അഡ്വക്കേറ്റിനെ നമ്മൾ, അതാണ് അതിനുള്ളൊരു പ്രൊവിഷൻ. പക്ഷെ ഇതൊക്കെ എത്രമാത്രം എവിടെ കാലതാമസം എടുക്കും ഒരുപാട്. അവർക്കത് യൂസ്ഫുൾ ആവണമെന്നില്ല. അതുപോലെ തന്നെ വീടുകളിൽ നിന്നും എടുത്തെറിയപ്പെടുന്ന വിധവകളുണ്ട്, ഉപദ്രവങ്ങൾ നേരിടുന്നവരുണ്ട്. അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതിന്റെ റിലീഫ്സ് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം അവർക്ക് മെയിൻ്റനൻസ് കിട്ടും, ഷെൽട്ടർ കിട്ടും, അവർക്ക് റൈറ്റ്സ് ഉണ്ട്.